Hi dears, welcome back to Arcanex. എല്ലാ മക്കൾക്കും ആർക്കനെക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ആൻഡ് ഇറ്റ്സ് മീ ജിആർ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ +2 എക്സാമിന്, നിങ്ങൾ +2 ഓണം എക്സാമിന് നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് അല്ലെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറന്റ്, ഇലക്ട്രിസിറ്റി ആൻഡ് മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര വെയിറ്റേജ് വരും സാർ? ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര വെയിറ്റേജ് ആണ് സാർ, എത്ര മാർക്കിന് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം സാർ എന്നല്ലേ? അപ്പോൾ മുൻ വർഷങ്ങളിലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പ്രാവശ്യം എത്ര മാർക്കിന് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഒന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. പ്രെഡിക്ഷൻ എന്നല്ല, ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് അല്ലെ? ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്രത്തോളം മാർക്കിന് ചോദിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? യെസ്, ഒന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 23 മാർക്കിന് അല്ലേ, ആസ് യൂഷ്വൽ 23 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. 23 മാർക്കിന് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. തൊട്ട് പുറകിൽ തന്നെ നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഒട്ടും പുറകിലല്ല. എത്ര മാർക്കിന് വ്യത്യാസമുള്ളൂ? 3 മാർക്കിന്റെ വ്യത്യാസമുള്ളൂ അല്ലെ? ആ 3 മാർക്കിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഹൈ വെയിറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ഒരൊറ്റ ഭാഗം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അടിച്ചു തുടച്ച് പഠിച്ചോളാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആൻഡ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 17 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതിൽ നിന്ന് 18 മാർക്കിന്. ഓക്കെ, ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് മാർക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ 2 ചാപ്റ്റേഴ്സ് മക്കളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ചാപ്റ്റർ ആണ് ഈ 2 ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഏരിയ. റെഡി ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ 4 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോ ഈ ഒരു ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അല്ലെ? പക്ഷേ ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതാണ്. കാരണം ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് അത്രത്തോളം വെയിറ്റേജ് നമുക്ക് ചോദിക്കുന്നുണ്ട്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രത്തോളമാണ്. ഇതൊക്കെ ആലോചിച്ച് വെക്കുക. ഓർ ക്വസ്റ്റ്യൻ അടക്കമുള്ള മാർക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ അടക്കമുള്ള മാർക്കാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു 78 ടോട്ടൽ. ഓക്കെ, ടോട്ടൽ ഓഫ് എന്തുണ്ട്, 78 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഓക്കെ, 78. ഓക്കെ, 78 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ അടക്കമാണ്, പക്കയല്ല. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 78 മാർക്കിന് ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഏതാണ് ഇമ്പോർട്ടന്റ്, ഏതാണ് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളതല്ല, ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഏത് ചാപ്റ്റേഴ്സ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ആയി നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസ് വേണം നിങ്ങൾ എന്ത് ചെയ്യുക, അതും നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും